അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. നമ്മളവിടെ പറഞ്ഞു നിർത്തി നമുക്കിനി എനർജിയുടെ ആ ഒരു എക്സ്പ്രഷൻ കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, ഡയറക്റ്റ് ആയിട്ട് എനർജിയുടെ എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സെക്കൻഡ് സെമ്മിലെ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ആ ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കത് എങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് അറിയാനൊരു ആകാംക്ഷ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് ഞാനിവിടെ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡെറിവേഷനുകളിൽ നമ്മൾ പറഞ്ഞു കെ സ്ക്വയർ ആയിട്ട് നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്, 8π² me/h² ആണെന്ന് അല്ലേ. മുമ്പത്തെ ക്ലാസ്സിൽ, പ്രീവിയസ് ക്ലാസ്സിൽ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷൻ ബോക്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കെ സ്ക്വയർ = 8π² me/h² ആണ്. അപ്പം അതിൽ നിന്ന് വേണം നമുക്ക് എനർജിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എനർജിയുടെ എക്സ്പ്രഷനാണ് നമുക്കറിയാം കെ സ്ക്വയർ = 8π² me/h². ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എനർജിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും, k² h² /8π² me എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ. ഇനി നമുക്ക് എന്താ അറിയാം, കെയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ. കെയുടെ വാല്യൂ എത്രയാണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കെ = nπ/a ആണെന്നുള്ളത് നമ്മൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ nπ/a എന്നാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. അപ്പോൾ കെയുടെ വാല്യൂ നമുക്കറിയാം nπ/a ആണ്. അപ്പോൾ അതിന് പകരം എന്താ, നമുക്കിവിടെ കെയുടെ വാല്യൂ നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്താണ്, k² ആണ്. അപ്പോൾ n² π² /a² into h² divided by 8π² me അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുക, അവരെ പോലത്തെ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പയ്യും പോയി അല്ലേ. അപ്പം നമുക്ക് കിട്ടി n² h² /8ma² എന്ന് നമുക്ക്, സോറി ഇവിടെ ഈ ഇല്ല കേട്ടോ, ഈ അവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഈ ഇല്ല, = ആണ്, തെറ്റിപ്പോയതാണ്. ഞാൻ വീണ്ടും എഴുതി k² = 8π² me/h². അപ്പോൾ അതിന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായി, k² h² /8π² m. ഓക്കെ, ഇനി കെക്ക് പകരം nπ/a. അപ്പോൾ എന്ത് കിട്ടും, k² ആണ്. അപ്പോൾ n² π² /a² into h² /8π² m അല്ലേ. അപ്പോൾ n² h² /8ma². നോക്കൂ, എനർജിയുടെ ടേമാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് നമുക്ക് കിട്ടിയത്. ഇതാ ആ ടേമാണ് നോക്കൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്, En = n² h² /8ma². അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത് എന്നുള്ളത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി ഞാൻ തന്നു എന്ന് മാത്രം. നിങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ എങ്ങനെ കിട്ടി എന്നുള്ള നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അത് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇത്രയധികം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ ആദ്യം നമ്മൾ ഇതാണ് നോക്കിയത് അല്ലേ. എന്നിട്ട് നമ്മൾ എനർജി രണ്ടാമതേക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ എയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. എയുടെ വാല്യൂ എന്താണ്, √2/a അല്ലെങ്കിൽ 2/a⁻1/2 എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 2 ടേംസ് കിട്ടി. എന്തൊക്കെയാണ് കിട്ടിയത്, സൈഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. സൈഡ് വാല്യൂ എന്താണ് കിട്ടിയത്, √2/a sin nπa into x അല്ലേ. ഇങ്ങനൊരു ഇതാണ് നമുക്ക് സൈക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നമുക്ക് എനർജിക്കുള്ളൊരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു, E = n² h² /8ma². ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്നിൻ്റെ വാല്യൂ നമ്മൾ എത്രയാവാന്നൊക്കെ പറഞ്ഞത് 0, 1, 2, 3 etc. എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആയി എന്ന് വിചാരിക്കാം. നോക്കൂ, n എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, സൈഡ് വാല്യൂ 0 ആവും അല്ലേ. എന്നിൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നോക്കൂ, സൈൻ 0 എന്താണ്, 0 ആണ്. അപ്പോൾ സൈഡ് വാല്യൂ എന്തായിട്ട് കിട്ടുന്നു, 0 ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ psi = 0 എന്ന് പറഞ്ഞാൽ എന്താണ്, there is no particle inside the box എന്നാണ് അർത്ഥം അല്ലേ.
നമ്മളിപ്പോൾ ഇൻസൈഡ് ദ ബോക്സിലത്തെ കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ബോക്സിന്റെ ഉള്ളിൽ പാർട്ടിക്കിൾ ഒന്നും ഇല്ല എന്നായി. പക്ഷെ അത് കറക്റ്റ് ആണോ? അല്ല, ദിസ് ഈസ് നോട്ട് കറക്റ്റ്, അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? n ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് സൈ ഈസ് ഈക്വൽ ടു 0. സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമുക്ക് നടക്കില്ല, ബിക്കോസ് ദർ ഈസ് നോ പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ബോക്സ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് n ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു ടേം നമ്മൾ എന്ത് ചെയ്യരുത്? എടുക്കരുത്. അപ്പൊ അതായത് എന്നിന്റെ വാല്യൂസ് നമ്മൾ 0 എന്നുള്ളത് എടുക്കരുത്. പകരം n ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്നുള്ളതേ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അപ്പോൾ എനർജീസ് ഒക്കെ ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. എനർജീസ് ഒക്കെ ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പർട്ടിക്കുലർ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണ് എനർജിക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. എന്നിൻ്റെ വാല്യൂ 1 ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സൈ 1 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ സ്ക്വയർ റൂട്ട് ഓഫ് 2/a സൈൻ 1π/a ഇൻറ്റു എക്സ് എന്ന് വരും അല്ലേ. സൈയുടെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 2/a സൈൻ πx/a എന്ന് കിട്ടും. അതുപോലെ എന്താണ് കറസ്പോണ്ടിങ് E1 നമുക്ക് കണ്ടുപിടിക്കാം. എന്നിന് എന്ത് കൊടുത്താൽ മതി? 1 എന്ന് കൊടുത്താൽ മതി. അതായത് h²/8ma² എന്ന് വരും. ഓക്കെ, ഇനി n ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ സൈ 2 എത്ര വരും? സ്ക്വയർ റൂട്ട് ഓഫ് 2/a സൈൻ n πx/a എന്നല്ലേ. അപ്പോൾ 2πx/a എന്ന് കൊടുക്കാം. അപ്പോൾ E2 എനർജി എത്ര വരും? n²h² ആണ്, അതായത് 2² ആണ്, അതായത് 4h²/8ma² ആണ് കിട്ടുക. ഇനി n ഈസ് ഈക്വൽ ടു 3 കൊടുക്കുമ്പോഴോ സൈ 3 എത്ര വരും? സ്ക്വയർ റൂട്ട് ഓഫ് 2/a സൈൻ 3πx/a എന്ന് കിട്ടും. അപ്പോൾ E3 എത്ര കിട്ടും? 9h²/8ma². അങ്ങനെ നമുക്ക് n ഈസ് ഈക്വൽ ടു 4ഓ 5ഓ എത്രയെന്ന് വേണ്ടെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പം എനർജി ആണെങ്കിൽ ആദ്യത്തെ h² ആയിരുന്നു, പിന്നെ 4h² ആയി, പിന്നെ E3 ആകുമ്പോഴേക്കും 9h² ആയി. അപ്പോൾ എനർജീസിനൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? എനർജി ലെവൽസ് ഒക്കെ ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. n²h²/8ma² ആണ്, അതായത് എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഇങ്ങനെ അലൗഡ് ആയിട്ടുള്ള എനർജി വാല്യൂസിനെയാണ് ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? ഈഗൺ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു n 0 ആയി കഴിഞ്ഞാൽ സൈ 0 ആവും. അപ്പോൾ ഇൻസൈഡ് ദ ബോക്സിൽ പാർട്ടിക്കിൾ ഇല്ല എന്നുള്ള കൺസെപ്റ്റ് ആവും. അതുകൊണ്ട് നമുക്ക് എന്നിൻ്റെ വാല്യൂ 0 എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് n എന്ന് പറയുന്നത് കോണ്ടന്റ് നമ്പർ ആണ്. അപ്പോൾ അതിന് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, 1 2 3. അത് 0 ആയിട്ട് ഒരിക്കലും എടുക്കാനായിട്ട് സാധിക്കില്ല, ബിക്കോസ് സൈയും സൈ² ഒക്കെ n 0 ആയി കഴിഞ്ഞാൽ സൈയും സൈ² ഒക്കെ 0 ആയിട്ട് മാറും. അപ്പോൾ ആ കൺസെപ്റ്റ് നമ്മുടെ തെറ്റായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് n ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ എടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ചിട്ട് 0 എന്ന് പറയുന്ന ആ ഒരു എന്നിൻ്റെ വാല്യൂ പോസിബിൾ ആണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ചിട്ട് എന്നിൻ്റെ വാല്യൂ 0 ആവില്ല. മാത്രമല്ല എനർജി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവില്ല. അപ്പം അത്തരത്തിലൊരു കാര്യം എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് 0 പോയിന്റ് എനർജി എന്ന് പറഞ്ഞാൽ? 0 പോയിന്റ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു മിനിമം വാല്യൂ ഓഫ് എനർജി ഉണ്ട് ഫോർ ദ പാർട്ടിക്കിൾ. അതായത് ലോവസ്റ്റ് ഇറിമൂവബിൾ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സിസ്റ്റം, അതിനെയാണ് 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. നോക്കൂ, n ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും മിനിമം എനർജി എപ്പോഴാണ് വരിക? n ഈസ് ഈക്വൽ ടു 1 വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമുക്കുള്ള എനർജി എത്രയാണ്? E1 ഈസ് ഈക്വൽ ടു h²/8ma² ആണ്. ആ എനർജീനെയാണ് പറയുന്നത് എന്ത്? 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. അതാണ് ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന മിനിമം എനർജി. അത് ആ എനർജി ഒരിക്കലും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ദ മിനിമം വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ഫോർ ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ. കാരണം വെച്ചാൽ ഒരിക്കലും 0 ആവില്ല, കാരണം വെച്ചാൽ n ഒരിക്കലും 0 ആവില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതുകൊണ്ട്
ക്വാണ്ടം മെക്കാനിക്സിലെ എനർജി ഒരിക്കലും സീറോ ആവില്ല. അതാണ് ദ ലോവസ്റ്റ് ഇർറിമൂവബിൾ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സിസ്റ്റത്തിനെയാണ് നമ്മൾ 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. 1 ഡയമെൻഷണൽ ബോക്സിൽ അതിന്റെ വാല്യൂ എത്രയാണ്? നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ E1ന്റെ വാല്യൂ, അതാണ് h²/8ma² ആണ് 1 ഡയമെൻഷണൽ ബോക്സിലെ 0 പോയിന്റ് എനർജി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ലോവസ്റ്റ് എനർജി ഉള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അതിനേക്കാൾ കൂടുതൽ എനർജി ഉള്ള സ്റ്റേറ്റുകൾ തന്നെ, ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കൂടുതൽ എനർജി ഉള്ള സ്റ്റേറ്റുകൾ തന്നെയൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പാർട്ടിക്കിൾസിൻ്റെ ആ ബൗണ്ടറിക്ക് നമ്മൾ 0 തൊട്ടിട്ട് A വരെയുള്ള ആ ഒരു ലെങ്ത് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിലുണ്ടാവുന്ന എനർജി ലെവൽസ് ഒക്കെ എന്തിനോട് പ്രപ്പോർഷണലായിരിക്കും? n²നോട്. ബിക്കോസ് നമുക്ക് എനർജിയുടെ വാല്യൂ കിട്ടണത് എത്രയാണ്? En ഈസ് ഈക്വൽ ടു n²h²/8ma² എന്നാണ്, അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് എനർജിയുടെ വാല്യൂസ് ഒക്കെ പ്രപ്പോർഷണൽ ആവുന്നത് എന്തിനോടായിരിക്കും? n²നോടായിരിക്കും പ്രപ്പോർഷണൽ ആവുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ എനർജി ലെവൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും n ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, അല്ലേ? കാരണം വെച്ചാൽ നമുക്കറിയാം എനർജിയുടെ ഇക്വേഷൻ n²h²/8ma² എന്നാണ്. അതുകൊണ്ട് ഈ അഡ്ജസ്റ്റന്റ് ലെവൽസ് ഒക്കെ തമ്മിലുള്ള സ്പേസിങ്സ് ഇൻക്രീസ് ചെയ്യും വിത്ത് ഇൻക്രീസ് ഓഫ് n. ഓക്കെ, അപ്പോൾ ഇനി അതിനുള്ള ഈ വേവ് ഫംഗ്ഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റിയും ഫോർ ദ ലോവസ്റ്റ് 3 പാർട്ടിക്കിൾ, അപ്പോൾ n1ഉം 2ഉം 3ഉം ആയിട്ടുള്ള ആ പാർട്ടിക്കിൾസിൻ്റെ നോക്കൂ വേവ് ഫംഗ്ഷനും അതുപോലെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈ, അല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ψ1, സെക്കൻഡിൻ്റെ ψ2, തേർഡിൻ്റെ ψ3. ഇനി ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ψ² ആണ്. അതായത് ψ1², ψ2², ψ3². അപ്പം ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ, ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ചില പോയിന്റ്സ് ഉണ്ട്. അവിടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. അത്തരത്തിലുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. അതായത് നോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പറയാം, വോട്ട് ഈസ് എ നോഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ദ പോയിന്റ്സ് വെയർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഈസ് 0 ആർ കോൾഡ് നോഡ്സ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആവും പലപ്പോഴും ഇൻസൈഡ് ദ ബോക്സിലും. അപ്പം അത്തരത്തിലുള്ള ആ റീജിയൻസിനെയാണ് എന്ത് പറയുന്നത്? നോഡ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും മാക്രോസ്കോപ്പിക്, അതായത് വലിയ ഒബ്ജക്ട്സ് ലൈക്ക് കാർ, സ്കൂട്ടർ, അതിനൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത്തരത്തിൽ ഇപ്പോൾ ഒരു സാധനം മൂവ് ചെയ്യാൻ, ഒരു കാർ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് കാണാനുള്ള പ്രോബബിലിറ്റി ചില പോയിന്റ്സിൽ 0 ആണെന്ന് പറഞ്ഞാൽ നമുക്കതൊരിക്കലും മാനസികമായി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ക്വാണ്ടം മെക്കാനിക്സ് ദർ ആർ സർട്ടൺ റീജിയൻസ്. അത് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സർട്ടൺ റീജിയൻസ് ഉണ്ട് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ. അത് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് അനുസരിച്ച് എന്താണ്? ചില റീജിയൻസ് ഉണ്ട്. അത്തരത്തിൽ റീജിയൻസിൽ ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് ഒക്കെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അത്തരം പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഏറ്റവും ψ1 ആണ്, n ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അവിടുത്തെ ψ1. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ψ1 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ψ1 എന്ന് പറയുന്നത് എത്രയാണ്? ഇതാ നമ്മൾ കണ്ടുപിടിച്ചു, √2/a sin πx/a. അതാണ് ഈ ψ1. ഈ ψ1ന്റെ വാല്യൂ അത്രയായിട്ടാണ് വരിക. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മളിവിടെ കണ്ടുപിടിച്ചു. എന്താണ്? h²/8ma² ആണ്, അല്ലേ? ഇതാ ആ എനർജിയാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്, h²/8ma² എന്നുള്ളത്. ഓക്കെ, അതുപോലെ ψ2ന്റെ നമ്മുടെ വേവ് ഫംഗ്ഷൻ കിട്ടുന്നത് എത്രയാണ്? √2/a sin 2πx/a എന്നാണ്. അതിന്റെ എനർജി 4h²/8ma² എന്നാണ്. നോക്കൂ, ψ2 അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ എനർജി 4h²/8ma². അതുപോലെ തന്നെ ψ3യും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. n ഈസ് ഈക്വൽ ടു 3 വരുമ്പോൾ ψ3യുടെ വാല്യൂ ആണ് √2/a sin 3πx/a. അതിന്റെ E3 എനർജിയാണ് 9h²/8ma². ഇതാ ഇവിടെ ψ3യുടെ ഇതും കിട്ടിയിട്ടുണ്ട്. അതിന്റെ എനർജിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, എനർജിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് വേവ് ഫംഗ്ഷന്റെ വാല്യൂ, ഇത് എന്നിന്റെ വാല്യൂ, ഇത് ψ², ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ വാല്യൂ. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ചില റീജിയൻസ് ഉണ്ട്. അവിടെ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ കാണാനുള്ള
പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ കേസിൽ കാണുമ്പോൾ ഇത് രണ്ടും ബൗണ്ടറീസ് ആണ് കേട്ടോ. ഇതൊക്കെ ബൗണ്ടറീസ് ആണ്, ഈ അറ്റങ്ങളൊക്കെ. അതിനെ നമുക്ക് ഇതിൽ കൂട്ടാനായിട്ട് സാധിക്കില്ല. അപ്പൊ നോഡ്സ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് അല്ലാത്ത പോയിന്റ്സ് ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ വല്ല നോഡും ഉണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ n=1 നോഡ്സ് ഒന്നും ഇല്ല. ഇനി n=2 വരുമ്പോൾ ദാ ഇവിടെ നമുക്ക് ഒരു നോഡ് കിട്ടുന്നുണ്ട്. അതായത് x=2, ഇത് മൊത്തമാണ് a. അപ്പൊ ഇത് തൊട്ട് ഇതുവരെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? a/2 ആയിരിക്കും. അപ്പൊ a/2 ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് കാണുന്നുണ്ട്? നമുക്കൊരു നോഡ് കാണുന്നുണ്ട്. ഇനി n=3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഇതൊരു നോഡും കിട്ടുന്നു, ഇതൊരു നോഡും കിട്ടുന്നു. നമുക്ക് 2 നോഡ്സ് കിട്ടി. അപ്പോൾ വേവ് ഫംഗ്ഷന്റെ കേസിൽ നമുക്ക് ψ1 നോഡ്സ് ഒന്നും ഇല്ല, ψ2 ഒരു നോഡ് കിട്ടിയിട്ടുണ്ട്, ψ3 നമുക്ക് 2 നോഡ്സ് 1 2 2 നോഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിതൊരിക്കലും മാക്രോസ്കോപ്പിക് വലിയ ഒബ്ജക്ട്സിന് നമുക്കിത് അപ്ലൈ ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളിത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ കേസാണ്, അതിൽ ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്തതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് ഇതൊന്നും ഒരു പോയിന്റ് മനസ്സിലാക്കാം. എന്താണ്? നമ്പർ ഓഫ് നോഡ്സ് ഫോർ എ ഗിവൺ എനർജി ലെവൽ ഇൻക്രീസസ് ആസ് n ഇൻക്രീസസ്. എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് നോഡ്സിന്റെ നമ്പർ എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആദ്യത്തേന് നോഡ് ഉണ്ടായില്ല, രണ്ടാമത്തേന് 1 ആയി, മൂന്നാമത്തെ ലെവലിലേക്ക് എടുത്തെങ്കിലും 2 നോഡ്സ് ആയി. അപ്പോൾ എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് നോഡ്സിന്റെ നമ്പറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നോഡ്സിന്റെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുല ഉപയോഗിക്കാം, n-1. ബിക്കോസ് വെൻ n=1 നമ്പർ ഓഫ് നോഡ്സ് 0 ആണ് അല്ലെ. ഇനി n=2 വരുമ്പോഴോ എത്ര നോഡ് ഉണ്ട്? 1 നോഡ് ഉണ്ട്. 1 നോഡ് ഉണ്ട്. ഇനി n=3 വരുമ്പോഴോ 3 - 1 2 നോഡ്സ് ഉണ്ട് അല്ലെ. 2 നോഡ്സ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് നോഡ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് എന്ത്? n-1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ വേറൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ കിട്ടിയ ഗ്രാഫിനെ ജസ്റ്റ് സ്ക്വയർ ചെയ്തതാണ് അല്ലെ. ബിക്കോസ് ഇവിടെ ψ1 എന്ന് പറയുന്ന ടേം ആണ്. ആ ψ1നെ സ്ക്വയർ ചെയ്തപ്പോഴാണ് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ ψ1² എന്നുള്ളത് കിട്ടുന്നത്. ψ1 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനെ സ്ക്വയർ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ψ1² എന്തുള്ളൂ? പോസിറ്റീവ് ഉള്ളൂ. ഇവിടെയാണെങ്കിൽ എന്തുണ്ട്? പോസിറ്റീവിനെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് പോസിറ്റീവ് തന്നെ കിട്ടി. നെഗറ്റീവിനെ, 2 നെഗറ്റീവുകൾ തന്നെ സ്ക്വയർ ചെയ്ത് 2 നെഗറ്റീവുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? അതാണ്, ഈ നെഗറ്റീവിനെ നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പോസിറ്റീവ് കിട്ടി. ഓക്കെ, അപ്പം അതുപോലെ ഇതിന് പോസിറ്റീവ് റീജിയൻ തന്നെയാണ്. അപ്പം നമുക്ക് പോസിറ്റീവ് കിട്ടി. നെഗറ്റീവ്, അപ്പോൾ ഈ നെഗറ്റീവ് റീജിയനിലുള്ള ψ3, ഇപ്പോൾ 2 ψ3കൾ തന്നെ നമ്മൾ നെഗറ്റീവ് ψ3കൾ തമ്മിലെ ψ3² ആക്കിയിട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് കിട്ടി. ഓക്കെ, പിന്നെ ഈ പോസിറ്റീവ് നമുക്ക് അതുപോലെ പോസിറ്റീവ് തന്നെയായിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് വേവ് ഫംഗ്ഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റിയും ഫോർ ദ ലോവസ്റ്റ് 3 പാർട്ടിക്കിൾ. എന്ന് വെച്ചാൽ n=1, n=2 ആൻഡ് n=3. അതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 3 പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് സ്റ്റേഷനറി സ്റ്റേറ്റ്സിലേക്ക് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് മോഡലിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലാണ് നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 2 ബൗണ്ടറീസ്. ആ ബൗണ്ടറീസ് തമ്മിൽ ഇപ്പോൾ x=0യും x=a ആണെങ്കിൽ ഈ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. a എന്ന് പറയുന്ന ലെങ്ത്തിലാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എന്ന്. അപ്പം നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, കോൺജുഗേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആണ് 1,3-butadiene. ഓൾട്ടർനേറ്റ് സിംഗിൾ ബോൺസും ഡബിൾ ബോൺസും ഉള്ള ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ although a system in which a microscopic particle such as an electron is confined to one-dimensional box may seem physically unreal and the model can be applied with some success to certain conjugated molecules. നമ്മളിപ്പോൾ ഈ പാർട്ടിക്കിളിനെ 1-dimensional ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു അസാധാരണത്വം നമുക്ക് തോന്നാം. പക്ഷേ ഇത്തരത്തിലുള്ള ആ ഒരു മോഡൽ നമ്മൾ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടി നമുക്ക് സാധാരണമായ ഒരു കാര്യങ്ങളായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോൺജുഗേറ്റഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്രാണ്. ലൈക്ക് ബ്യൂട്ടാഡൈൻ, അതുപോലെ ഏതൊരു ലീനിയർ പോളീൻസിൻ്റെയും ഇലക്ട്രോണിക് സ്പെക്ട്രത്തിൽ. അപ്പം നമ്മൾ ആദ്യം തന്നെ 1,3-butadiene കൺസിഡർ ചെയ്യുക. CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2. നോക്കൂ, ഇതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ് അല്ലേ. അത് 4π ഇലക്ട്രോൺ സിസ്റ്റം ആണ്. അപ്പം നമുക്കറിയാം ഡീലോക്കലൈസേഷൻ വഴി ഈ π ഇലക്ട്രോൺസ് റിലേറ്റീവ്ലി ഫ്രീ ആണ്.
ഈ ലെങ്ത് വൈസ് മൂവ് ചെയ്യാൻ. ബിക്കോസ് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ അവിടെ ഒരു ഡീലോക്കലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഏത് ഡയറക്ഷനിലേക്ക്? ടു ദ ലെങ്ത് ഓഫ് ദ മോളിക്യൂൾ. ഈ ലെങ്ത്തിലേക്ക് മാത്രമേ അത്തരം ഡീലോക്കലൈസേഷന് പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ മോളിക്യൂളിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷൻ ബോക്സ്, ബിക്കോസ് വൺ ഡയമെൻഷനിൽ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് മാത്രമേ ഉണ്ടായുള്ളൂ. എ എന്ന് പറയുന്ന ലെങ്ത്തിൽ കൂടുള്ള മൂവ്മെന്റ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള കോൺജുഗേറ്റഡ് മോളിക്യൂൾസിലെ ഈ ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ ഒരു ലെങ്ത് ഓഫ് ദ മോളിക്യൂളിൽ മാത്രം കൺഫൈൻ ചെയ്യുന്നത് കൊണ്ട് അത്തരം മോളിക്യൂൾസിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് പ്രോബ്ലം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ 1,3-ബ്യൂട്ടാഡൈനിൽ നമ്മൾ പറഞ്ഞു 4 pi ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ എനർജി ലെവൽസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഇതിന് നമ്മളൊരു പാർട്ടിക്കിളിനെ വൺ ഡയമെൻഷണൽ ബോക്സിലേക്ക് നമ്മൾ കൺഫൈൻ ചെയ്യാണ്. 0 തൊട്ടിട്ട് A വരെ n ഈസ് ഈക്വൽ ടു 1, 2, 3 അങ്ങനെ കുറച്ച് ലെവൽസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 4 pi ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇത് 2 pi ഇലക്ട്രോൺസ് ഇട്ടു. n ഈസ് ഈക്വൽ ടു 2ലും നമ്മൾ 2 pi ഇലക്ട്രോൺസ് ഇട്ടു. അപ്പോൾ ഇതാണ് എന്ത് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ഓർബിറ്റൽ ഏതാണ്? n ഈസ് ഈക്വൽ ടു 2 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പം എനർജി നമ്മൾ ഇത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ n ഈസ് ഈക്വൽ ടു 2ലുള്ള ഇലക്ട്രോൺസ്, അതായത് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ ഇൻ ബ്യൂട്ടാഡൈനിലേക്ക് ഈ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് ഓർബിറ്റലത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് എക്സൈറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ലൂമോ. ഇത് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ളതാണ്. ഇത് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് ആണ്. ഇതാണ് ഹോമോ, ഇതാണ് ലൂമോ. ദിസ് ഇസ് ദ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ദിസ് ഇസ് ദ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. Okay, so this lowest unoccupied molecular orbital in butadiene corresponds to the particle in a box state n is equal to 3 ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ the lowest energy transition എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? n is equal to 2ൽ നിന്ന് 3ലേക്ക് ആയിരിക്കും. നെക്സ്റ്റ് ഹയർ ലെവൽ ആയിട്ടുണ്ട് 3. പിന്നെ നോക്കൂ, ഇവിടെ എനർജിയുടെ ഇതിൽ ഭയങ്കര വ്യത്യാസം. ഇവിടെ എനർജിയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ, ഇവിടെ കൂടുതൽ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ n²h²/8ma² ആണ്. അപ്പോൾ എനർജി n കൂടുന്നതനുസരിച്ചിട്ട് എനർജിയിലെ ഡിഫറൻസ് കൂടി വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഗ്യാപ്പും ഇവിടെ കൂടുതൽ ഗ്യാപ്പും കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ റേഡിയൻ്റ് എനർജി ഇൻവോൾവും അതുപോലെ വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ ഇത്തരത്തിലൊരു ട്രാൻസിഷൻ നടക്കുമ്പോൾ അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം എന്താണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു hν ആണ് അല്ലേ. അപ്പോൾ E3 മൈനസ് E3യിലേക്കാണ് പോകുന്നത് അല്ലെ, E2ൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ E3 മൈനസ് E2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എനർജി ഡിഫറൻസ് ഡെൽറ്റ E എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം E3 മൈനസ് E2. അപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു എന്താണ്? n²h²/8ma² ആണ്. അപ്പോൾ ഈ h²/8ma² എന്ന് പറയുന്ന ടേമിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ദീസ് വാല്യൂസ് അല്ലേ. അപ്പോൾ h²/8ma² എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ n²ലാണ് വ്യത്യാസം. അപ്പോൾ 3² മൈനസ് 2² ഇൻറ്റു h²/8ma². അപ്പോൾ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ മാസും അതുപോലെ എ എന്ന് പറയുന്ന ലെങ്ത്തിൻ്റെ മോളിക്യൂളിൻ്റെ ലെങ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് 0.56 നാനോമീറ്റർ ആണ്. അതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡെൽറ്റ ഇയുടെ വാല്യൂ 9.615 ഇൻറ്റു 10⁻⁻19 ജൂൾസ് ആണെന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ശരിക്കും ആക്ച്വലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള വാല്യൂ, അതായത് ഇവിടെ 206.7 നാനോമീറ്റർ ആണ് നമുക്ക് ഡെൽറ്റ ഇ വേവ് ലെങ്ത് കിട്ടുന്നത്. ഇപ്പോൾ ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. ബിക്കോസ് വി നോ ദാറ്റ് hν ഈസ് ഈക്വൽ ടു എന്താണ്? hc/λ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നു. ബിക്കോസ് hν ഈസ് ഈക്വൽ ടു hc/λ. അപ്പോൾ ഇവിടെ hν നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ hും സിയും അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാംഡ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ലാംഡ കണ്ടുപിടിച്ചതും അതുപോലെ നമുക്ക് ആക്ച്വലി ഒബ്സർവ് ചെയ്തതും തമ്മിൽ വളരെയധികം ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ 206.7 നാനോമീറ്ററും നമുക്ക് ശരിക്കും ഒബ്സർവ് ചെയ്ത് 210 നാനോമീറ്ററും ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആ എക്സ്പെക്റ്റ് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഇത്തരത്തിലുള്ള കോൺജുഗേറ്റഡ് മോളിക്യൂൾസിനെ നമ്മൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സായി കൺസിഡർ ചെയ്ത ആ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആണെന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തുകയാണ്. അതുപോലെ അടുത്തൊരു കോൺജുഗേറ്റഡ് മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഹെക്സാട്രൈ. നോക്കൂ, ഹെക്സ 1 2 3 4 5 6 6 കാർബൺ ആറ്റംസ് ഉണ്ട്.
പിന്നെ ഓൾട്ടർനേറ്റ് ഡബിൾ ബോൺസും സിംഗിൾ ബോൺസും ഉണ്ട്. അപ്പം നമുക്കറിയാം ഇതൊരു 6 ഇലക്ട്രോൺസ് ആണ്. ഇവിടെ പൈ ഇലക്ട്രോൺസ് ഒക്കെ ഡീലോക്കലൈസ് ചെയ്യുന്നു ആൻഡ് കൺഫൈൻ ടു ദ ലെങ്ത് ഓഫ് ദ മോളിക്യൂൾ അല്ലെ, ഈ ലെങ്ത്തിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഡീലോക്കലൈസേഷൻ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ മോളിക്യൂളിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഒരു 1 ഡയമെൻഷണൽ ബോക്സിലുള്ള ഒരു പാർട്ടിക്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, 1 2 3 4 5 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ 6 ഇലക്ട്രോൺസിനെ നമ്മുടെ എനർജി ലെവൽസിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ബോക്സ് 0 to A. ഇവിടെ n = 1 2 3 4. അപ്പോൾ ഓരോ ലെവലിലും 2 ഇലക്ട്രോൺസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ 1ൽ 2 ഇലക്ട്രോൺ, 2ൽ 2 ഇലക്ട്രോൺ, 3ൽ 2 ഇലക്ട്രോൺ. അപ്പോൾ ഇവിടുത്തെ ഹോമോ ഹെക്സാ ട്രൈൻ്റെ കേസിലെ ഹോമോ ഏതാണ്? n = 3. ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റ് അതാണ് ഹോമോ, അത് n = 3 ആണ്. ഇനി ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ഏതാണ്? n = 4 ആണ് അല്ലേ. ഇതാണ് ഹോമോ, ഇതാണ് ലൂമോ. അപ്പോൾ ലോവസ്റ്റ് എനർജി ട്രാൻസിഷൻ ഏതിൽ നിന്നായിരിക്കും? n = 3 എന്നുള്ള ഹോമോയിൽ നിന്ന് നെക്സ്റ്റ് ഹയർ എനർജി ലെവലായിട്ടുള്ള n = 4 എന്നുള്ള ലൂമോയിരിക്കും. ഓക്കെ, അതാണ് ആ ട്രാൻസിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദ ട്രാൻസിഷൻ വിൽ ബി ഫ്രം n = 3 to n = 4. ദാറ്റ് ഈസ് ഫ്രം ഹോമോ ടു ലൂമോ. ഓക്കെ, ഇനി അവിടെ നമുക്ക് റേഡിയൻ്റ് എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഡെൽറ്റ = h ആണ് അല്ലേ. അതായത് E4 - E3 ആണ്. E4 ആൾക്കാണ് പോണത് എവിടെ നിന്ന്? E3യിലേക്ക്. അപ്പോൾ E4 - E3 ആണ് നമുക്ക് പിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം എനർജിയുടെ ഫോർമുല n² h² / 8ma². അപ്പോൾ h² / 8ma² എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി n², അതായത് 4² - 3². അപ്പോൾ ഈ വാല്യൂസും ഈ എമ്മും എയും അതുപോലെ എ എന്ന് പറയുന്നത് 0.73 നാനോമീറ്റർ ആണ് ലെങ്ത് ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? എനർജി ഡെൽറ്റ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 7.922 × 10 - 19 ജൂൾസ് ആണെന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം hν = hc/λ ആണ് അല്ലേ. അതായത് hν = hc/λ ആണ്, ബിക്കോസ് ν = c/λ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവഴി കണ്ടുപിടിച്ചത് 250.9 ആയിരുന്നു. ഇനി ആക്ച്വലി ഒബ്സർവ് ചെയ്ത വാല്യൂ 258 നാനോമീറ്റർ ആയിരുന്നു. അപ്പോൾ രണ്ടും ഏകദേശം വളരെയധികം ഒരുപോലെയാണ് അല്ലേ. ഒരു 8ൻ്റെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ കൺസെപ്റ്റ് വളരെയധികം കറക്റ്റ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ടിക്കിൾ ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സ് എന്നുള്ളത് തന്നെ 2 വീഡിയോസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് വേണം നിങ്ങൾ പഠിക്കാനും എഴുതാനും ആയിട്ട്. അപ്പോൾ പാർട്ടിക്കിൾ ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സ് പ്രോബ്ലം ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയുക. അപ്പോൾ ഞാൻ എന്താണ് ഡൗട്ട് എന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പാർട്ടിക്കിൾ ഇൻ എ 3 ഡയമെൻഷണൽ ബോക്സ് കൃത്യമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്ലിക്കേഷനും നമ്മൾ പഠിച്ചു. പാർട്ടിക്കിൾ ഇൻ എ 1 ഡയമെൻഷണൽ ബോക്സിൻ്റെ അപ്ലിക്കേഷനും നമ്മൾ കണ്ടു. കോൺജുഗേറ്റഡ് മോളിക്യൂൾസ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് essay ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ.